ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ലോക്ക്ഡൗൺ ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 2.5-3 കിലോൻ്റെ അടുത്ത് വരുന്ന ചിക്കൻ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് ടേസ്റ്റ് പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി കുറച്ച് ടിപ്സൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ടിപ്സിൽ ഫസ്റ്റ് വൺ ബട്ടർ മിൽക്ക് ചേർക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ 1/2 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് ചിക്കനിലേക്ക് ഒരിക്കലും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നോക്കി കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ തുറന്നു നോക്കി. ഇത് നമ്മുടെ ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിന് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ സ്ട്രെയിനറിൽ നിന്ന് മാറ്റിയൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമ്മുടെ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ നേരത്തെ കാണിച്ച ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സിൽ 2 പാക്കറ്റാണുള്ളത്. അതിൽ ചെറിയ പാക്കറ്റ് മാഗ്നേറ്റ് മിക്സാണ്. അത് ഫസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ആക്കുക. കാരണം ചിക്കന് നന്നായി പിടിക്കേണ്ട മസാലയാണ്. നല്ല വെളുത്തുള്ളിൻ്റെയൊക്കെ സ്മെല്ല് തുയ്ച്ച് വരുന്ന സ്മെല്ലാണ്. നല്ല ഫ്ലേവറിലുള്ള സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. നെക്സ്റ്റ് ടിപ്പ് ഇതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ പെപ്പർ പൗഡറും കൂടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മുടെ KFCൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ 3-4 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരിക്കലും ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ഏകദേശം ഇപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യേണ്ടത് ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സിൽ ഒരു വലിയ പാക്കറ്റ് ബാക്കിയുണ്ട്. അത് പൊട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇത് ശരിക്കും ബ്രെഡ് മിക്സാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് ഇതാണ്. നമുക്ക് വെള്ളം ആവശ്യമുണ്ട്. അത് നല്ല തണുത്ത വെള്ളം തന്നെ എടുക്കുക. പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി ചെയ്യേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ ഓരോ പീസും ബ്രെഡ് മിക്സിലേക്ക് നന്നായിട്ട് പൊതിഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നന്നായി പൊതിയുക എന്ന് വെച്ചാൽ എല്ലാ സൈഡും നന്നായിട്ട് പൊതിയുക. ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് പൊതിഞ്ഞെടുക്കുക. കാരണം അത് നന്നായിട്ട് അതിന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. കാരണം അതിൻ്റെ മുകളിലുള്ളതൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക. ശേഷം നേരത്തെ എടുത്തു വെച്ച തണുത്ത വെള്ളത്തിലേക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. വീണ്ടും ബ്രെഡ് മിക്സ് തന്നെ മുക്കി കൊടുക്കുക. അതായത് ചിക്കൻ 2 പ്രാവശ്യം കോട്ട് ചെയ്തെടുക്കണം എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ചെയ്തതിന് ശേഷം കുലുക്കി കൊടുക്കുകയൊന്നും വേണ്ട. വേറെ നല്ല ഡ്രൈ പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം, ശ്രദ്ധിച്ച് കാണണേ. ബ്രെഡ് മിക്സിലേക്ക് നന്നായിട്ട് ചിക്കൻ പൊതിഞ്ഞെടുക്കുന്നു. ഫസ്റ്റ് അതാണ് ചെയ്യേണ്ടത്. ശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിയെടുക്കുക. വീണ്ടും ഡബിൾ കോട്ടിന് വേണ്ടിയിട്ട് ബ്രെഡ് മിക്സിലേക്ക് അതേ ചിക്കൻ വീണ്ടും ഇട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഒരു ഡ്രൈ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കനൊക്കെ ഡബിൾ കോട്ടും കഴിഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി എണ്ണ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അതായത് ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഏത് ഓയിലും വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ ചിക്കൻ പീസും ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. പിന്നീട് വേറൊരു കാര്യം പറയാൻ മറന്നു വെച്ചാൽ ഞാൻ വാങ്ങിച്ച ബ്രോസ്റ്റഡ് ചിക്കൻ മിക്സ് 3 കിലോ ചിക്കന് മുഴുവനായിട്ടും യൂസ് ചെയ്യണം. കറക്റ്റ് അളവാണ്. ചിക്കൻ്റെ ഒരു വശം ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ്. കുറച്ച് സമയം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു പപ്പടം കുത്തി നോക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ വെന്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പപ്പടം കുത്തി നല്ലപോലെ സ്മൂത്തായിട്ട് അങ്ങ് ഇറങ്ങിപ്പോയിക്കോളും. ഇല്ല എങ്കിൽ ഒരു വശവശപ്പം നമുക്ക് ഫീൽ ചെയ്യും. അതെന്തായാലും മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ മയോണീസും കെച്ചപ്പും ആലൂബണ്ണ അല്ലെങ്കിൽ കുബൂസ് ഒക്കെ എല്ലാത്തിനും പെർഫെക്റ്റ് മാച്ചാണ്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബ്രോസ്റ്റഡ് ചിക്കൻ നിങ്ങളും ട്രൈ ചെയ്യുക. പെർഫെക്റ്റ് KFC ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.